ചിലർ ചോദിക്കും അയാൾക്ക് എന്താ വീഡിയോ എടുക്കാതെ ചാറ്റ് ചെയ്തുകൂടെയത്, എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത്? എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ആ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഈ അച്ചാൻ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെൽഫ് PR ചെയ്യാനും തന്റെ ബിസിനസ് നാലാളിലേക്ക് അറിയിക്കാനും മാത്രമാണോ അദ്ദേഹത്തിന്റെ ചാറ്റ് കൊണ്ടുള്ള ലക്ഷ്യം? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് തോന്നിയ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താ വെച്ചാൽ, അദ്ദേഹം സെൽഫ് PR-നോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് വളർത്താനോ എന്തിനോ ആയിക്കോട്ടെ, പക്ഷെ അതുകൊണ്ട് കുറച്ച് പേർക്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ സെൽഫ് PR കൊണ്ടോ ഒരു കുഴപ്പമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് അതിവിനയം എന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ സംസാര രീതി അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ബിഹേവിയർ അങ്ങനെ ആയിരിക്കും. ഇനി അതല്ല, അദ്ദേഹം അഭിനയിക്കുകയാണ് എന്ന് തന്നെ വെച്ചു. അപ്പോൾ ഇതുപോലുള്ള ചാറ്റ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നാലാൾക്കിടയിൽ ഇമോഷണലി കണക്ട് ആണെങ്കിൽ ഇത് വേണ്ടി വരും. നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, ചിലപ്പോൾ അദ്ദേഹം നോർമലി സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, കാശിന്റെ അഹങ്കാരമാ, ഇച്ചിരി വിനയത്തോടെ സംസാരിക്കായിരുന്നു എന്നൊക്കെയായിരിക്കും ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർ പറയും. ചിലർ ചോദിക്കും അയാൾക്ക് എന്താ വീഡിയോ എടുക്കാതെ ചാറ്റ് ചെയ്തുകൂടെയത്, എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത്? ഇതുപോലുള്ള ചാറ്റ് വീഡിയോസ് കാണുമ്പോൾ ആർക്കെങ്കിലും എനിക്കും ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കും പാവപ്പെട്ടവരെ സഹായിക്കണം എന്നൊരു തോന്നൽ തോന്നിയാൽ അതിൽ ഏറ്റവും വലിയ കാര്യം, കാശ് മുടക്കി വലിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ കാശ് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതുപോലെ വീഡിയോസ് ചെയ്ത് ഇതുപോലെ ഒരാൾ ഇവിടെ ഉണ്ടെന്നും അതുവഴി തന്റെ ബിസിനസിനെ കുറിച്ച് ആൾക്കാർ അറിയാൻ ശ്രമിക്കുകയും അതുവഴി ബിസിനസ് വളരുകയും ചെയ്യുന്നത്. ഇത് എന്റെ മാത്രം ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?